സ്കൂട്ടർ തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് പരാതികൾ വന്നതോടുകൂടിയാണ് നടപടി. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും. പ്രദീപ്, സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ അന്വേഷണ സംഘം തന്നെ വേണ്ടിവരില്ലേ എന്നുള്ളത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മളിലൊക്കെ ഉണ്ടായ ഒരു സംശയമാണ്. കാരണം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു തട്ടിപ്പാണ്. ഒരു സ്റ്റേഷനിൽ മാത്രം 1200 കേസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉൾപ്പെടും? എങ്ങനെയായിരിക്കും ഇനി അന്വേഷണത്തിന്റെ നീക്കം? അക്ഷയ, തട്ടിപ്പിന്റെയും പരാതികളുടെയും ബാഹുല്യം പരിഗണിച്ചാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ ഈ കേസിന്റെ അന്വേഷണം നടത്താൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. മൂവാറ്റുപുഴ CI ആണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന് ഡിവൈഎസ്പി നേതൃത്വം നൽകും. കൂടുതൽ പരാതികൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായി അന്വേഷണം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, നിലവിൽ പോലീസാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ തന്നെ വൈകാതെ തന്നെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന് കേസ് കൈമാറിയേക്കുമെന്നാണ് സൂചന. അതുവരെ വിവരങ്ങൾ ശേഖരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലായിരിക്കും. മൂവാറ്റുപുഴയിൽ മാത്രം നിരവധി പരാതികളാണ് ഈ യുവാവിനെതിരെ ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏതാണ്ട് 75 ബ്ലോക്കുകൾക്ക് കീഴിലാണ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് വളമിട്ടത്. ഈ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ പരാതികൾ ലഭിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നുമൊക്കെ ധാരാളം പരാതികളാണ് അറസ്റ്റിലായ അനന്തുവിനെതിരെ വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തെ ഒന്നുകൂടി വിപുലീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം കേസ് ഏറ്റെടുക്കുകയും ചെയ്യും. അതേസമയം നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ എന്ന 26-കാരൻ നടത്തിയിരിക്കുന്നത്. അതേസമയം കൂടുതൽ പരാതികൾ വരുന്നതോടെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി അല്ലെങ്കിൽ തട്ടിച്ചെടുത്തിരിക്കുന്ന തുകയുടെ വലിപ്പം ഇനിയും ഉയരും. നൂറുകണക്കായ ആളുകളിൽ നിന്ന് പണം തട്ടിയെങ്കിലും വിരലിൽ എണ്ണാവുന്നത്ര സ്കൂട്ടറുകൾ മാത്രമാണ് പകുതി വിലയ്ക്ക് കൊടുത്തത്. രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികളിലെ സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിൽ 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ആനന്ദ് നടത്തിയത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകുന്നത്. സ്കൂട്ടർ തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് ഈ ഒരു തട്ടിപ്പ് നടന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തരത്തിൽ അന്വേഷണം.